അപ്പോൾ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ചെയ്ത് ഡയറ്റ് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എത്ര ദിവസമായി ഇന്ന് ആർക്കെങ്കിലും വല്ല ഓർമ്മയുണ്ടോ? നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഞായറാഴ്ചയാണ് ഞാൻ ശരിക്കും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. അത് തുടങ്ങിയിട്ട് ഇന്നൊക്കെ എത്ര അപ്പോൾ ഇന്ന് ഇതിപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ 6ാമത്തെ ദിവസമാണ്. 5 ദിവസം കഴിഞ്ഞു. 6ാമത്തെ ദിവസം നമ്മൾ 1 കിലോനാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു, കൂടിയിട്ടുണ്ട്, കുറഞ്ഞില്ല എന്നൊക്കെ ഉള്ള കമൻസും, പിന്നെ സ്റ്റെക്കാണ് വെയിറ്റ് അങ്ങനെ കുറയുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ വെയിറ്റ് കുറയുന്നവരും ഉണ്ട് കേട്ടോ, കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടോ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക നോക്കണ്ട, നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു പോവുക, നല്ല അടിപൊളിയായിട്ട് ചെയ്തു പോവുക. നമ്മളൊരു ഫാസ്റ്റിങ്ങിലാണ്, നമ്മളൊരു ഡയറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോൾ ഇങ്ങനെ ചെയ്തു പോവുക. നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡുകളൊന്നും ഒഴിവാക്കാൻ നിൽക്കേണ്ട, എല്ലാം കുറേശ്ശെ കഴിച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, അത് വേണ്ടത് കഴിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ അതൊന്നും ചെയ്യാതെ നമ്മൾ നോർമലായിട്ട് എല്ലാ ഫുഡും കഴിച്ച് ഇച്ചിരി കഴിച്ച് നമ്മളതായിട്ടുള്ള രീതിയിൽ പോകാനാണ് ഇത്തവണത്തെ പ്ലാന്. അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യത്തെ ഡയറ്റ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇന്നിപ്പോൾ നേരെ മുകളിലുള്ള ഓരോ ഡ്രസ്സുകളൊക്കെ എടുക്കണം. എന്താ വെച്ചാൽ ഇന്ന് മഞ്ചേരിക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തിയും എന്താ പറയുക തക്കാളിക്കറി ആട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. തക്കാളിക്കറി ഉണ്ടാക്കിയാൽ അത് വേഗം ഇതുമൂന്ന് കൊടുത്തു, എൻ്റെ ഹസ്ബൻഡിനൊക്കെ കൊടുത്തിട്ട് ഞാനൊരു 9:30 ഇപ്പോൾ സമയം. ഞാൻ അങ്ങോട്ട് കയറിയിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് കുറച്ച് അയൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോയാണ്. അതിന് ശനി ഞായറും പിന്നെ തിങ്കളാഴ്ച ദീപാവലി ആയതുകൊണ്ട് ഒഴിവുണ്ട് മക്കൾക്ക്. അപ്പോൾ അതൊക്കെ ആയിട്ട് തുത്തു വരുന്നുണ്ട് കേട്ടോ കോഴിക്കോട് നിന്ന്. അപ്പോൾ ഓളൊപ്പം മഞ്ചേരി 2 ദിവസം നിൽക്കാൻ പോയാലോ എന്നുള്ളൊരു പ്ലാനുണ്ട്. ആ 2 ദിവസത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു അതൊക്കെ ഉണ്ട്. അപ്പം എന്തൊക്കെയാവും നടക്കുമെന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ ഇന്ന് പോവുകയാണ്. അപ്പോൾ ഓള് പിന്നെ ഒരു 4-4:30 ആകുമ്പോഴേക്കും എത്താം. അപ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കി. അപ്പോൾ ഈ വെയിലൊക്കെ ആയിട്ടും ചൂടാവണതിന് മുന്നേ ഞാൻ വേഗം മുകളിലേക്ക് വന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയല്ലേ, എല്ലായിടത്തും മഴ ഉണ്ട്, ഇടിമഴയൊക്കെയാണ്. പിന്നെ ചിലപ്പോൾ കറണ്ടും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് പോകുന്ന കുറച്ച് അയൺ ചെയ്തൊക്കെ എടുത്ത് കൊണ്ടുപോകാനുള്ള എടുത്തേക്കാണ്. ഇപ്പോൾ അധികം ഒന്നും കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല, ഇതുമുണ്ട് ഇതിൻ്റെ മാത്രമേ ഉള്ളൂ. ആരുമില്ല, നീനും ഇല്ല, മോള് പിന്നെ അവിടെ വരികയാണെങ്കിലും അവിടെ നിന്നായിരിക്കും വരിക. അവള് ചിലപ്പോൾ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ വരാൻ പറ്റുള്ളൂ. 2 ദിവസം ഇവിടെ നിന്നാണ് പോയിട്ടല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ഒക്കെ വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും പിന്നെ എനിക്ക് ഇതുമൂൻ്റെ കുറച്ച് ഡ്രസ്സും പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോവുകയാണ്. 2-3 ദിവസം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക അങ്ങനെ പിന്നെ 1-2 പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ് ഞാൻ വേഗം. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ രാവിലത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടുമില്ല, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്, നമ്മളെ ഇൻ്റർമീഡിയറ്റ് പൊട്ടുമോ എന്നുള്ളത്. ഞാൻ കഴിയുന്നിടത്തോളം അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 10:30 ആയിട്ടൊരു പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് കാരണം ഞാൻ കുറച്ചൊക്കെ എടുത്തു വെച്ചു, അയൺ ചെയ്ത് അങ്ങനെ എടുത്തു വെച്ചു. വീട്ടിൽ നിന്ന് പിന്നെ ഇടാനുള്ള ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇടാനുള്ളതൊക്കെ ഒന്ന് അയൺ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു 10:30 കഴിഞ്ഞു നമ്മൾ ആ കിച്ചണിൽ എത്താനിട്ട് വന്നിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കി. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. 10:30 വരെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ ആയിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ചായ കുടിച്ചപ്പോൾ എൻ്റെ ഡയറ്റ് പൊട്ടി, പിന്നെ എനിക്കത് കൺട്രോൾ വെക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ്. അതൊന്നും നോക്കണ്ട, ചായയൊക്കെ നമുക്ക് നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചൊരു ചെയ്യേണ്ടി വരും. നമ്മൾ എന്തായാലും ഒരു 2 മാസം 3 മാസമൊക്കെ ചെയ്താലേ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ. അതുവരെയൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കില്ല. അപ്പോൾ നമ്മൾ കഴിച്ച് കുറച്ച് ഫുഡ് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക. അപ്പോൾ രാവിലെ നല്ല ദോശയും ചിക്കൻ കറി അല്ലെങ്കിൽ പുട്ട് പിന്നെ കടലക്കറിയൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചായ അങ്ങോട്ട് ഒഴിവാക്കുക. ചായ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, ഒരു ദോശ എടുക്കുക, ഇച്ചിരി ചിക്കൻ കറിയൊക്കെ കഴിക്കുക. അപ്പോൾ ഈ ചായൻ്റെയും അതൊക്കെ ഏകദേശം ഒരു കലോറിയൊക്കെ തന്നെ ആവുള്ളൂ. നമ്മൾ ഇച്ചിരി പഞ്ചാരയൊക്കെ ഇട്ടിട്ടല്ലേ, ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ദോശയ്ക്ക് എന്തോ 60-70 അങ്ങനെയൊക്കെ കലോറി നമ്മളിപ്പോൾ ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അറിയാമല്ലേ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം, ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചായ ഒഴിവാക്കണം. അതല്ല ചായ കുടിച്ചേ തീരൂ, ഇന്ത്യ പോലെയൊക്കെയാണ്, ചായ കുടിച്ചാലേ രാവിലെ എല്ലാത്തിനും ഒരു ഉഷാറുണ്ടാവും എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചായ മാത്രം കുടിക്കുക, നമ്മൾ വേറെയുള്ള അങ്ങനത്തെ ഫുഡൊക്കെ ഒഴിവാക്കുക. അങ്ങനെയാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി നമ്മൾ ചായ മാത്രം കുടിച്ചു. എന്നിട്ട് വേഗം ഞാൻ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിക്കൻ ഉണ്ട്. ചിക്കൻ ഞാനിത് അവിടെ ഇങ്ങനെ കറിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ഞാൻ ചിക്കൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിയും എന്താ പറയുക അതൊന്ന് പൊരിച്ചെടുക്കൂട്ടോ. അധികം നെരിച്ച് പൊരിക്കൊന്നുമില്ല, പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്ത് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ മക്കൾക്കും
എനിക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ അധികം വെള്ളമൊന്നും ഇല്ലാതെ അധികം ഓവറായിട്ട് ഇങ്ങനെ പിന്നെ എന്താ പറയുക കറിയൊന്നും ഇല്ലാതെ വരട്ടി. പിന്നെ ഇവിടെ എന്താ പറയുക നെയ്ച്ചോറാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് അങ്ങനെ ഒരുപാട് കറിയൊന്നും ഇവിടെ വേണ്ട. ഇന്നിപ്പോൾ ഞാൻ നോർമൽ ചോറ് തന്നെ ഉണ്ടാക്കിയത്, നെയ്ച്ചോറൊന്നല്ല. അപ്പോൾ ഇതിലേക്ക് ഈ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കണം. ഒന്നാമെങ്കിൽ മഞ്ചേരിക്ക് പോകുന്ന ആലോചിച്ചിട്ട് കുറേ എടുത്തേക്കാനും കുറേ പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് കുക്കിങ്ങിനൊക്കെ ഭയങ്കര മടി കേട്ടോ. പച്ചക്കറി കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ട് വെജിറ്റബിൾ ഉപ്പേരി ഒന്നും ഉണ്ടാക്കാൻ ഭയങ്കര മടി. അപ്പോൾ ചിക്കൻ കറി വേഗം ഉണ്ടാക്കി ചോറ് വെച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. പോകുന്ന ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മാൻ്റെ ബ്രദറാണ്, എൻ്റെ അമ്മോനാണ് കേട്ടോ. അമ്മോന് വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ആകുമ്പോൾ ഞങ്ങളെയൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മാത്രം അപ്പോൾ നമ്മൾ അങ്ങനെ അധികം ആൾക്കാർ വരില്ല, 1-2 ആൾക്കാർ. ഒരു അമ്മോൻ്റെ ഒരു മകനുണ്ട്, ഓനും വരും. അതുപോലെ തന്നെ ഈ ഒരു അമ്മോനും സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മളെ കാണാൻ വരും കേട്ടോ. അപ്പം വെള്ളിയാഴ്ച വന്നപ്പോൾ നല്ല ഇപ്രാവശ്യം കൊണ്ടുവന്നത് ഈ ഉള്ളിവടയാണ്. അപ്പോൾ ഉള്ളിവട കൊണ്ടുവന്നപ്പോൾ മക്കളൊന്നും ഇല്ല, ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു ഉള്ളിവട അപ്പാപ്പ എടുത്തു, അല്ലെങ്കിൽ 4 ഞങ്ങൾക്ക് കണക്കാക്കിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പിന്നെ പാപ്പാക്ക് ഒരു ഉള്ളിവട എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ട് പോന്നു. ഈ ചായ കുടിക്കാനാണ് ഈ വരുന്നത് കേട്ടോ. വെള്ളിയാഴ്ച പള്ളിക്ക് പോണതിൻ്റെ മുന്നേ എൻ്റെ ഈ ഒരു സ്ട്രോങ് ചായ കിട്ടി മൂപ്പര് പള്ളിക്കൊക്കെ പോവുള്ളൂ. അപ്പം ഇങ്ങോട്ട് വരും. വന്നിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും വയ്യായ്ക ഉണ്ട്, സുഖമില്ലാത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും നല്ല കുട്ടിയായിട്ട് വന്ന് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ മാസ്കൊക്കെ ഒഴിവാക്കി നല്ല സുന്ദരകുട്ടപ്പനായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് മൂപ്പര് പള്ളിയിൽ പോയി. പിന്നാലെ എന്നെ എൻ്റെ ഹസ്ബൻഡും പള്ളിയിൽ പോയി. 12 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും പോവും. പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, കാരണം നമ്മൾ ചിക്കൻ കറിയായി ചോറായി എല്ലാ പണികളും കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുന്നു, എഡിറ്റ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതും വന്നത്. അപ്പോൾ ഇതും ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു 12 മണിക്ക് 12:30 ആകുമ്പോഴേക്കും സ്കൂൾ വിടും. ഇനി 2 മണിക്കേ ഉള്ളൂ. അപ്പോൾ ഓൾ വന്നപ്പോൾ ഞാൻ ഓൾക്ക് ആദ്യമായി ഈ ഉള്ളിവടയാണ് കൊടുത്തത്. അപ്പോൾ ഈ ഉള്ളിവട 2 എടുത്തിട്ട് എന്താ വെച്ചാൽ നോക്കണമെന്ന് വെച്ചാൽ ഇതിൽ വലുതേതാ ചെറുതേതാന്നുണ്ട്. വലിയത് നോക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 കൂടി ഒരുമിച്ച് വെച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു കഷ്ണം കണ്ടോ, ഇതുണ്ടോ, ഇത് ഞാൻ കഴിച്ചു. ഇതിൻ്റെ പകുതി എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഒരു കഷ്ണം കഴിച്ചു കേട്ടോ. മൂപ്പര് അങ്ങനെ എണ്ണക്കടി വലിയ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി എടുത്തു. പിന്നെ വന്നപ്പോൾ ഒരു അലുവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. അത് വേഗം ഫ്രിഡ്ജിക്ക് വെച്ചു, മക്കൾ വേണമെങ്കിലൊക്കെ കഴിച്ചോട്ടെ എന്ന് കരുതി. ഞാനിതായി ഉള്ളിയുടെ തേരുള്ളതല്ലേ, അപ്പോൾ ഇനി അതൊരു പകുതി. അതാ ഞാൻ പറയുന്നത്, നമ്മൾക്ക് കഴിക്കാനുള്ള ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുക, എല്ലാത്തിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഇത് മാത്രമാണ് ഇപ്പം എൻ്റെ ഇതുള്ളൂ. അത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് നമുക്ക് നോക്കാമല്ലോ. എന്തായാലും ഒരു മാസം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അങ്ങനെ ചെയ്താൽ നമുക്ക് വെയിറ്റ് കുറയുന്നുണ്ടോ, ഒരു മാസം നമുക്കൊരു എങ്ങനെയെങ്കിലും ഒരു 4-5 കിലോ കുറഞ്ഞ് കിട്ടിയാൽ മതി. അധികമൊന്നും നമ്മൾ അങ്ങനെ 10 കിലോനൊന്നും പോലെ ഒരു 3-4 കിലോന് അല്ലേ, ഓവറൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ കുറഞ്ഞു പോയാൽ തന്നെ നമ്മൾ വിചാരിച്ച വെയിറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഉള്ളിവട തിന്നു. പിന്നെ ചായ ഇന്നിപ്പോൾ അത് മാത്രമായിട്ടാണ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളത് പിന്നെ മനസ്സിലാക്കണം. ഞാൻ രാവിലെ ഉച്ച വരെ ഒരു ചെറിയൊരു കഷ്ണം ഉള്ളിവടയും ഒരു ചായയാണ് കുടിച്ചത്. പിന്നെ ഒരു 1:30 അപ്പോൾ ഇതും മുന്നൊക്കെ ഫുഡ് കൊടുക്കാൻ ആ ടൈം ആയപ്പോൾ ഞാൻ ഇന്നലെ നമ്മളെ വീഡിയോ കണ്ടവർക്കറിയാം, ഇന്നലെ ഞാൻ കുറച്ച് ബദാമും ഈത്തപ്പഴവും പിന്നെ കാഷ്നട്ടൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ എനിക്ക് തീരെ വിശപ്പില്ലാത്തതുകൊണ്ട് മോള് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അത് ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് മോള് വന്നപ്പോൾ ഓള് ചായ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓക്കുണ്ടാക്കിയപ്പോൾ ഇച്ചിരി ചായ കുടിച്ചു. അപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം തോന്നിയിട്ട് പിന്നെ ഞാൻ ഒന്നും കഴിച്ചു. അല്ലെങ്കിൽ പിന്നെ വലിയ വിശപ്പില്ല, പറഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ ഡയറ്റിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് കടന്നിട്ടുണ്ട്, വിശപ്പൊക്കെ കുറഞ്ഞ് വന്നതുകൊണ്ട് ഫുഡിനൊന്നും വലിയ ഒരു നേരമൊക്കെ നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ പിന്നെ വലിയ ഫുഡിന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ദോശയൊക്കെ തിന്നതുകൊണ്ട് പിന്നെ എനിക്ക് വിശപ്പില്ല. അപ്പോൾ അത് കഴിച്ചില്ല. അപ്പോൾ അത് ഞാൻ നേരെ ഫ്രിഡ്ജിക്ക് വെച്ചു. അതാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കുടിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്ത് നമ്മൾ റോബസ്റ്റ പായ ഉണ്ടായിരുന്നു 2 അത് ആഡ് ചെയ്തും ബാക്കിയൊക്കെ അത് പാല് വരെ ഞാൻ ഒഴിച്ചിട്ടില്ല. ഇതന്നെ ആ അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും പിന്നെ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ റോബസ്റ്റ പഴത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് എനിക്കെന്നെ കുടിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ വടിച്ചേക്കുന്നത്. ബാക്കി ഞാൻ എന്താ പറയുക ആ മിക്സി അതുപോലെ കൈകൊണ്ട് വടിച്ച് നക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതുമൂന്നും കുറച്ച് കൊടുത്തു നോക്കി, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഓളും ഞാനും കൂടിയാണ്. പിന്നെ അത് ഫുൾ എന്താ പകുതി ഓളും പകുതി ഞാനും, ഒരു സ്പൂൺ ഒക്കെ കൊടുക്കും, ഒരു സ്പൂൺ ഞാൻ കുടിക്കും, ഒരു സ്പൂൺ ഒക്കെ കൊടുക്കും. അങ്ങനെയാണ് അത് കുടിച്ചത്. ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു ഇതിൽ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ അത്ഭുതം. എന്നിട്ട് ഇത്ര മധുരം, അടിപൊളിയാണല്ലോ, നല്ല ജ്യൂസാണല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഒരു തുള്ളി പഞ്ചസാര ഇട്ടിട്ടില്ല. എന്താ പറയുക, നമ്മളെ ഈത്തപ്പഴത്തിൻ്റെയും ആ റോബസ്റ്റ പഴത്തിൻ്റെയും ആ ഒരു മധുരമാണ് കേട്ടോ അതിലുള്ളത്.
അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഞാനിന്ന് ഇപ്രാവശ്യം നല്ല കുട്ടിയാണ്. പിന്നെ ഞാനിതൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് വന്നു പള്ളിയിൽ നിന്ന് വന്നിട്ട് മൂപ്പർക്ക് ഫുഡ് കൊടുത്തു. പിന്നെ എനിക്ക് ഒരു ഒഴിവുണ്ടായിരുന്നില്ല, വേഗം വേഗം റെഡി ആവുക എന്നുള്ളതാണ്. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കുക, വേഗം അടിച്ചു വാരുക, തുടക്കുക, അങ്ങനെയുള്ള പണിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് മോള് വിളിച്ചത്. അപ്പോൾ മോള് വിളിച്ചു, ഓളോട് ഞാൻ വീഡിയോ കോൾ ചെയ്തതാണ്. ഐറൂസാണ് കാണുന്നത്. ഐറൂസ് അവിടെ എന്തൊക്കെയോ തകൃതിയായിട്ടുള്ള പണിയിലാണ്. അപ്പോൾ ഓളായിട്ട് വീഡിയോ കോൾ ചെയ്ത് നിന്നപ്പോൾ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറിയിൽ നിന്ന് 2-3 പീസ് എടുത്തിട്ട് ചിക്കന് നന്നായിട്ട് വറ്റിച്ച്, തീരെ വെള്ളമില്ലാത്ത രീതിയിൽ ഇതുപോലെ വറ്റിച്ചിട്ട് അത് കഴിക്കുകയാണ് ചെയ്തത്. അതും ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ പോവാനുള്ള പാക്കിങ്ങും ഒക്കെ സെറ്റാക്കി. തുത്തു അവിടുന്ന് ഒരു 3:30 പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓള് വരും. ഇപ്പോൾ ഇത് കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. തുത്തു അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം എല്ലാ പണിയൊക്കെ തീർത്ത് കവറും കാര്യം കൊണ്ടുപോകാൻ മഞ്ചേരി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഈ ഫുഡ് കഴിക്കണത്. ഇത് കഴിച്ച് ഓളോട് സംസാരിച്ചിരുന്നെങ്കിൽ കഴിച്ചു. പിന്നെ ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ ഇനി എന്നോട് സംസാരിച്ചിരുന്നാൽ പിന്നെ തുത്തു വരുമ്പോഴേക്കും റെഡി ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഓള് പിന്നെ ഫോൺ വെച്ചിട്ട് വേഗം ഡ്രസ്സ് മാറി നിൽക്കുകയാണ്. തുത്തുവിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഇടുന്നൊരു ഡ്രസ്സാണിത്. ഞാൻ ഇനി ഇതിപ്പോൾ അലക്കാനായണല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അതന്നെ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് രാത്രി ഒന്നും പ്രത്യേകിച്ചൊന്നും പരിപാടി ഉണ്ടല്ലോ, ആ ബെഡിൽ കിടന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കിടക്കാനായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇതന്നെ മതി, ഡ്രസ്സ് തന്നെ മതി എന്ന് കരുതിയിട്ട് അതൊക്കെ ഇട്ട് എല്ലാ പണികളും കഴിഞ്ഞിതാ കണ്ടോ, എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ള സംഭവങ്ങളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു 4:30 ഓൾ എത്തിയിട്ടോ. എത്തിയപ്പോൾ ഞാൻ വേഗം താക്കോലൊക്കെ എടുത്ത് പൂട്ടി. പിന്നെ അകത്തേക്കൊന്നും കയറാൻ നിന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് രണ്ടാളുടെയും ഒരേ ഒരു ലക്ഷ്യം മഞ്ചേരിക്ക് എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വണ്ടി കയറിയപ്പം ഈ ഒരു എന്താ പറയുക, ചിക്കിങ് പോലെയുള്ള ഒരു ബ്രോസ്റ്റ് പോലുള്ള സാധനം കേട്ടോ. ഇതെന്താ വെച്ചാൽ തുത്തു മക്കളെ പിന്നെ സ്കൂളിൽ നിന്ന് നേരെ പിക്ക് ചെയ്തിട്ട് വരികയാണ്. ഓല് യൂണിഫോമാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഓൾക്ക് എന്താ വെച്ചാൽ പിന്നെ വീട്ടിലേക്ക് ഓൾ തിരിച്ച് പോകണില്ല. പോയി അവിടുന്ന് ഫുഡ് കൊടുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വിശക്കുമല്ലോ. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനത്തെ ബ്രോസ്റ്റ് ചിക്കൻ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് അവർ ഇതുമ്മൂനും എനിക്കൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു പീസ് ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചത് ഇങ്ങനെ നിങ്ങളെ മനസ്സിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണോ. അപ്പോൾ അതൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഒരു ആറാട്ടായിരുന്നു മക്കളെ എല്ലാവരും കൂടി പോകാം, മഞ്ചേരിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഉത്സവമാണ് മക്കൾക്ക്. കാരണം ഒരു 3 ആൾക്കും ഇതുമോ റെയിനും ആരെയും 3 ആളും കൂടി ഒരു ഒറ്റ കെട്ട അവിടെ ഒരു കെട്ട് പണിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ ഞാനും തൊട്ട് പിന്നെ ഞങ്ങൾ 2 ആളും കൂടി അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു ബെഡിലുണ്ടാവും. അങ്ങനെ ഓലതായിട്ടുള്ള സന്തോഷം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും ഡാൻസും കൂത്തും പാട്ടൊക്കെ ആയിട്ട് ആ വണ്ടിയിൽ നിന്ന് തന്നെ ഞങ്ങളൊരു 10-20 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തി പാടെ പിന്നെ ഉമ്മാൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായി. ഇനിയാണ് നമ്മുടെ ഡയറ്റിൻ്റെ അവസ്ഥ പരിതാപകരമാണ് കേട്ടോ. മഞ്ചേരിക്ക് ഇവിടെ എത്തി ഇമ്മാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക വിശപ്പും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ത്വര കൂടും, എന്തൊക്കെയോ എടുത്ത് കഴിക്കാൻ തോന്നും. തുത്തു എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഓരോരോ ടെൻഡൻസി കൂടും. തുത്താണെങ്കിൽ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അവളിപ്പോൾ ഒരു വെയിറ്റ് ലോസും ഇല്ല, വീഡിയോ ഇടുമല്ല, ഭയങ്കര മടിച്ച് കോതായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അവൾ എന്താ വെച്ചാൽ അവൾ വെയിറ്റ് ലോസ് ഒന്നും ഇപ്പോൾ ചെയ്യണില്ല കേട്ടോ. നല്ല ഫുഡ് അടിയും മധുരം കഴിക്കലൊക്കെ ആയതുകൊണ്ടാണ് അവൾ നല്ല രീതിയിൽ വെയിറ്റ് കൂടിയത്. ഇപ്പം ഞാനും അവളൊക്കെ ഏകദേശം ഒരു വെയിറ്റ് ആയിട്ടുണ്ടെന്നൊരു 3-4 കിലോൻ്റെ മാറ്റേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഞോളെടുത്തേക്ക് എത്തണം എന്നുള്ള ഒരു വാശിയിലാണ് ഞാൻ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഡയറ്റ് തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെച്ച് 2 ദിവസം ചീറ്റ് ഡേ ആക്കാറാണ് പതിവ്. അങ്ങനെ ആക്കി ഇപ്രാവശ്യം ഞാൻ വരുമ്പോൾ വിചാരിച്ചത് അങ്ങനെ ഒരു പരിപാടിയില്ല, ഡയറ്റ് പൊട്ടിക്കുന്ന പരിപാടിയില്ല, നമ്മൾ ഡയറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താ വെച്ചാൽ ചീറ്റ് ഡേ ആണ് എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ പിന്നെ നമുക്ക് അന്ന് 2 ദിവസമല്ലേ ചീറ്റിടുള്ളൂ, നല്ലോണം കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് നല്ലോണം ഫുഡ് അടിക്കും. ഈ പ്രാവശ്യം നമ്മൾ ഫാസ്റ്റിംഗ് ആണെന്ന് കരുതിയതുകൊണ്ട് കഴിക്കുന്ന ഫുഡിന് ഒരു കൺട്രോൾ വരും. അപ്പോൾ ഇന്നിപ്പോൾ ഇൻ്റർമീഡിയൻ്റ് ആണ്, ശരിക്കും നമ്മൾ 6 മണിക്ക് നിർത്തേണ്ടതാണ്. അപ്പോൾ ഞാൻ കരുതിയത് 6 മണിയാകുമ്പോൾ നിർത്താം, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ച് നിർത്താമെന്നാണ് വിചാരിച്ചത്. അതിനാണ് ഞാൻ വീട്ടിൽ നിന്ന് അധികം ഒന്നും കഴിക്കാതെ ഇന്ന് നമ്മൾ ആകെ ജ്യൂസും ഈ ഒരു ചിക്കൻ്റെ 2 പീസുമാണ് കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇവിടെ വന്നിട്ട് ഉമ്മാൻ്റെ എന്തെങ്കിലും ഫുഡ് കഴിച്ച് അങ്ങോട്ട് 6 മണിയാവുന്നതിന് മുന്നേ നിർത്താമെന്ന് കരുതി. അങ്ങനെ വന്നപ്പോൾ തന്നെ ഉമ്മ നല്ല അടിപൊളിയായിട്ട് സുഗീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ വേവിച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ചെന്നപ്പോൾ സുഗീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാപ്പം ഞാൻ അത് എണ്ണ ഇട്ട് പൊരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് ഇങ്ങനെ ചെറുപയർ തേങ്ങയും ശർക്കര ഇട്ടത് മതിയാണ്. അപ്പോൾ തുത്തു നോക്കിയപ്പോൾ ഓക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ പിന്നെ അത് ഉണ്ടാക്കേണ്ട മൈദപ്പൊടി വെറുതെ അതും എണ്ണയൊക്കെ പൊരിച്ച് ഓയിലിൽ പൊരിച്ച് അതൊന്നും ഇനി വയറ്റിലാക്കേണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ 2 ആളും കൂടി അത്
അങ്ങനെയായിട്ട് നല്ലൊരു ചായയും ഉണ്ടാക്കി കുടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിക്കാം. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയം 6 മണി ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തോടു കൂടി ഈ സമയത്തോടു കൂടി ഫുഡ് അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കഴിക്കുന്നത് കേട്ടോ. പിന്നെ ചെറുതായിട്ട് പോയിട്ട് അത് നമുക്ക് വീഡിയോൻ്റെ ബാക്കിയിൽ കാണാം. അപ്പം പിന്നെ 6 മണിയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമുമാണ്. പിന്നെ അതിൽ നിന്ന് ഈ ഒരു ലേസ് ഉണ്ടല്ലോ ഇതിൻ്റെ കയ്യിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ലേസ് ഞാൻ 2-3 ലേസ് അതിനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിർത്തി, നല്ല കുട്ടിയായി. പിന്നെ തുത്തു ഓക്ക് ഉമ്മ ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. അവൾ ചോറ് വാരി കൊടുക്കുന്നത് കണ്ടിട്ട് ആരും ചോദിക്കണ്ട, കാരണം അവൾ ഉമ്മാൻ്റെ ചെറിയ കുട്ടിയാണ്. ഓക്കുമ്മ ഇപ്പോഴും ചോറ് വാരി കൊടുക്കും. ഇവിടുത്തെ അമ്മക്ക് ഓക്കുമ്മാൻ്റെ ഒരു വാരി കിട്ടൊക്കെ വേണം. എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്ക് ആദ്യം പിന്നെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വാരി തിന്നുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ എൻ്റെ നീനുട്ടിക്കും ഞാൻ വാരി കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും തുത്തും നീനും ഒരേപോലെയാണ് എന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ. അപ്പോഴൊക്കെ ഉമ്മ ഓക്ക് വാരി കൊടുത്തപ്പോഴൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഒന്നും കഴിക്കില്ല, ഞാൻ ഡയറ്റാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നും കഴിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഓട്ടോറിക്ഷയിൽ വരുന്നത് എന്താ വെച്ചാൽ നാളെ ഞങ്ങൾക്ക് ചെറിയൊരു മുടി കളയലും പരിപാടിയൊക്കെ ഉണ്ട്. എൻ്റെ പിന്നെ മോൻ്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചിന്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര മോൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ പിന്നെ നീളമുള്ളതിൽ തോന്നും. എനിക്ക് എൻ്റെ കസിനെ അങ്ങക്ക് പിന്നെ അത്രയും ബന്ധമുള്ളൊരു കസിനാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണം, നാളെയാണ് മുടികളയിൽ. അതിനുള്ള സാധനങ്ങളാണ് ഇറക്കുന്നത് ഞങ്ങൾ വാങ്ങിയ. പിന്നെ തൊട്ടിൽ, ഈ കുറച്ച് ഡ്രസ്സ്, അതേപോലെ ഈ കുളിപ്പിക്കുന്ന പാത്രമില്ല, അതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. അങ്ങനെ എല്ലാവരും നുജൂം തൊട്ടിൽ വാങ്ങി, അങ്ങനെ ഓരോരുത്തർ ആക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ഡ്രസ്സാണ് വാങ്ങിയത്, തുത്തു കുളിപ്പിക്കണ ഇത് വാങ്ങി. അങ്ങനെ എല്ലാവരും കൂടെ ഒക്കെ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നാളെ പോകുമ്പോൾ പിന്നെ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് ആ സാധനം അവിടെ ഇറക്കി കഴിഞ്ഞു. പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ നുജൂം വന്നു കേട്ടോ. നുജൂം വന്നിട്ട് ഓല് പിന്നെ ചോറും ഈ മത്തൻ്റെ കൂട്ടാനാണ്, മത്തന് മുരിങ്ങാക്കായി അങ്ങനെ ഇട്ടിട്ടുള്ള കൂട്ടാനാണത് കേട്ടോ. അത് കഴിച്ചപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര കഴിക്കാൻ തോന്നൽ. അപ്പോൾ ഞാൻ കരുതി ഞാനും കുറച്ച് കഴിക്കാം. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇന്നിപ്പോൾ ഇനി എന്തെങ്കിലും കഴിച്ചാളാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ കൊതി ഒന്നും കൂടി. അങ്ങനെ ഉമ്മ എനിക്ക് അതൊരു പ്ലേറ്റിൽ ഇച്ചിരി കൊണ്ടുവന്നു. അതിലേക്ക് ചിക്കൻ കറിയും കുറച്ച് അച്ചാറും കൂട്ടിയിട്ട് മത്തനെന്നൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഇന്ന് ഇൻ്റർമീഡിയറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഡയറ്റ് അങ്ങനെ പൊട്ടിച്ചിട്ടില്ല. ഞാൻ ഓവറായിട്ട് മധുരം അല്ലെങ്കിൽ എക്സ്ട്രാ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു 2 ലേസ് കഴിച്ചു എന്നല്ലാതെ വേറൊന്നും തെറ്റിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ. ഇനി നാളത്തേത് എന്തൊക്കെയാവും എന്നറിയില്ല. എന്തായാലും ഇന്നത്തെ വെയിറ്റ് നമുക്ക് നോക്കാം. നമ്മളിതാ 90.6 ആയിട്ടുണ്ട് വെയിറ്റ്. ഇന്നലെ കറക്റ്റ് 91 അപ്പം നമ്മൾ 400 കുറഞ്ഞു. ഇന്നലത്തേനെങ്ങാണ് 400 കുറഞ്ഞു. ഇപ്പം നമ്മൾ ടോട്ടൽ 1 കിലോനും 200 ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ 5 ദിവസം കൊണ്ട് 1 കിലോന് 200 ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ 5 ദിവസം കൊണ്ട് എത്ര കുറഞ്ഞു എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ 6ാമത്തെ ദിവസമാണ്, പക്ഷേ 5 ദിവസം കൊണ്ട് എത്ര കുറഞ്ഞെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ.